കണ്ണൂർ വളപട്ടണത്തെ വാടക ക്വാർട്ടേഴ്സിൽ ഒഡീഷ സ്വദേശിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ 4 ഒഡീഷ സ്വദേശികൾക്ക് ഇരട്ട ജീവപര്യന്തവും 2.25 ലക്ഷം രൂപയും പിഴ വിധിച്ച് കോടതി. തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി എ.വി. മൃദുലയാണ് പ്രതികളെ ശിക്ഷിച്ചത്. 38-കാരനെ ഒഡീഷ സ്വദേശി പ്രഭാകർ ദാസിനെയാണ് അദ്ദേഹം താമസിക്കുന്ന കണ്ണൂർ വളപട്ടണം കീരിയാട്ടെ വാടക ക്വാർട്ടേഴ്സിൽ അതിക്രമിച്ച് കയറി ഭാര്യയുടെയും മകളുടെയും മുന്നിലിട്ട് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ഈ സംഭവത്തിൽ ഗണേഷ് നായിക് എന്ന ഗോണിയ, റിൻഡു എന്ന തുഫാൻ, ബബൂണ എന്ന രാജേഷ് ബെഹ്റ, ചിൻഡു എന്ന പ്രശാന്ത് സേത്തി എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത്. പിഴയടച്ചാൽ ആ പിഴത്തുക ഭാര്യയ്ക്കും മകൾക്കും നൽകണം. പിഴ അടച്ചില്ലെങ്കിൽ 7 മാസം അധിക തടവ് ശിക്ഷ അനുഭവിക്കണം. അത് ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നാണ് കോടതി വ്യക്തമാക്കിയത്. 5 പ്രതികളുള്ള ഈ കേസിൽ ഒരു പ്രതി ഇപ്പോഴും ഒളിവിലാണ്. ബോലിയ ബഹൂറിയ എന്ന പ്രതിയാണ് ഒളിവിലായിരിക്കുന്നത്. ഈ പ്രതിയെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. 2018 മെയ് 19 രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. വീട്ടിൽ അതിക്രമിച്ച് കടന്ന പ്രതികൾ പ്രഭാകർ ദാസിന്റെ ഭാര്യ ലക്ഷ്മി പ്രഭാദാസിന്റെ ഭീഷണിപ്പെടുത്തി സ്വർണവും 80,000 രൂപയും 2 മൊബൈൽ ഫോണും തട്ടിയെടുത്തു. ആക്രമണത്തിൽ ലക്ഷ്മി പ്രഭാദാസിന് പരിക്കേറ്റിരുന്നു. സംഭവ സമയത്ത് 11 വയസ്സുള്ള മകൾ രശ്മിത ദാസിനെയും വിസ്തരിച്ചിരുന്നു. കേസിലെ 1-ാം പ്രതി ഗണേഷ് നായിക് പ്രഭാകർ ദാസിന്റെ കടയിൽ ജോലിക്കാരനായിരുന്നു. കടയിലെത്തിയ ആളുടെ മൊബൈൽ ഫോൺ മോഷണം നടത്തിയിരുന്നു. തുടർന്ന് പിരിച്ചുവിട്ടതിലുള്ള വിരോധമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് കേസ്. വീട്ടിൽ അതിക്രമിച്ച് കടന്ന പ്രതികൾ പ്രഭാകർ ദാസിന്റെ ഭാര്യ ലക്ഷ്മി പ്രഭാദാസിനെ ഭീഷണിപ്പെടുത്തി സ്വർണവും 80,000 രൂപയും 2 മൊബൈൽ ഫോണും തട്ടിയെടുക്കുകയായിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ അജിത് കുമാറാണ് ഹാജരായത്. 18 വളപട്ടണം കീരിയാട് എന്ന പ്രദേശത്ത് നടന്ന ഒരു കൊലപാതകത്തിലെ വിധിയാണ് ഇന്ന് വന്നിട്ടുള്ളത്. വളരെ ശ്രദ്ധേയമായ ഒരു വിധിയാണ്. രാത്രി 11 മണിക്ക് കിടന്നുറങ്ങായിരുന്ന വീട്ടുടമസ്ഥനെ അടക്കം വിളിച്ച് വാതിലിന് മുട്ടി വിളിച്ച് ചേർത്തിട്ട് അയാൾക്ക് പരിചയമുള്ള 5 ആളുകൾ അവരവിടെ വീട്ടിൽ വന്നിട്ട് കൊള്ള നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും അത് എതിർത്ത വീട്ടുകാരനെ, അതായത് ഉടമസ്ഥനായ പ്രഭാകർ ദാസിനെയും കൊലപ്പെടുത്തുകയും മൃഗീയമായി കൊലപ്പെടുത്തുകയും അതിന് ദൃക്സാക്ഷികളാകേണ്ടി വന്ന ഒരു അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും അവരുടെയൊക്കെ മൊഴി പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഇത്തരം ഒരു വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. വെറും 11 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് തന്റെ പിതാവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ ആ കാര്യം വിവരിച്ചപ്പോൾ ആ കുട്ടി വിങ്ങിപ്പൊട്ടുകയായിരുന്നു കോടതി. ഏതായാലും കോടതി വളരെ ഉചിതമായ ഒരു നടപടി തന്നെ, ഒരു വിധി തന്നെയാണ് പ്രസ്താവിച്ചിട്ടുള്ളത്. ആ കൊല്ലപ്പെട്ട പ്രഭാദാസന്റെ കുടുംബത്തിന് ഈ നീതിന്യായ വ്യവസ്ഥയിൽ നമുക്ക് ഇത്രയും വലിയ ഒരു ശിക്ഷ കൊടുക്കാൻ കഴിഞ്ഞതിൽ പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇതിലെ അന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഇതിനെ സഹായിച്ച കേസ് നടത്താൻ സഹായിച്ച മറ്റ് പോലീസ് ഓഫീസർമാർക്കും പോലീസുകാർക്കും ഒക്കെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്താൻ വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു.